നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ 54-കാരനായ ഡാൻ റിവേറയെ പെനിൻസുലാവിയയിലെ ഗിറ്റ്സ്ബർഗിലുള്ള തന്റെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ജൂലൈ 13 ഞായറാഴ്ച ഡെവിൾസ് ഓൺ ദി റൺ ടൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രേത പര്യടനം നടത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് സംഭവം. ഈ പരിപാടി പ്രേതബാധയുള്ള സോൾജേഴ്സ് നാഷണൽ ഓർഫനേജിലാണ് നടന്നത്. ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതുപോലെ ശപിക്കപ്പെട്ടതായി പറയുന്ന കുപ്രസിദ്ധമായ റഗ്ഡി ആൻഡ് പാവയായ അനബൽ പാവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നിരുന്നാലും റിവേറ മരിച്ച മുറിയിൽ നിന്ന് പാവയെ കാണാതായതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സോൾജേഴ്സ് നാഷണൽ ഓർഫനേജ് ഗോസ്ലി ഇമേജസ് ഓഫ് ഗെറ്റിസ്ബർഗ് എന്ന ടൂർ ഗ്രൂപ്പ് ആതിഥേയത്വം വഹിച്ച ഡെവിൾസ് ഓൺ ദ റൺ ടൂറിൽ ഡാൻ നേരിട്ട് പങ്കാളിയായിരുന്നു. ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ഈ ടൂർ ഈ സെപ്റ്റംബറിൽ അവസാനിക്കും. അടുത്ത കൺജ്യൂറിംഗ് അധ്യായമായ കൺജ്യൂറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് തിയേറ്ററിൽ എത്തുന്ന അതേ സമയത്താണ് ടൂർ അവസാനിക്കുക. കൗണ്ടി കൊറോണർ ഫ്രാൻസിസ് സൂട്രോ പീപ്പിളിനോട് ആദ്യം പ്രതികരിച്ചവർ റിവേറയുടെ മുറിയിലെത്തി. വെള്ളിയാഴ്ച ആംഡ് കൗണ്ടി കൊറോണർ ഫ്രാൻസിസ് ഡുട്രോ പീപ്പിളിനോട് ആദ്യം പ്രതികരിച്ചവർ റിവേറയുടെ മുറിയിലെത്തി. ഞായറാഴ്ച രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ മുറിയിൽ നിന്ന് അന്നബെല്ല പാവയെ കാണാതായതായി വെളിപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം ഫലങ്ങൾ ഇനിയും പുറത്തു വരാത്തതിനാൽ ഡാനിന്റെ മരണകാരണം അജ്ഞാതമായി തുടരുന്നു. സംഭവ സ്ഥലത്ത് അസാധാരണമോ സംശയാസ്പദമോ ആയ ഒന്നും കണ്ടെത്തിയില്ലെന്ന് പോലീസ് പ്രസ്താവനകൾ നൽകിയിട്ടും ഗൂഢാലോചന സിദ്ധാന്തക്കാർ റിവേറയുടെ മരണത്തെ അന്നബെല്ല പാവയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ചില ആരാധകരും അനുയായികളും പാവയുടെ ശാപത്തെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഉന്നയിക്കുമ്പോൾ മറ്റുള്ളവർ റിവേറയുടെ പ്രവർത്തനത്തിനും പൈതൃകത്തിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അന്നബെൽ പാവയുടെ കഥ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹൊറർ വിഭാഗത്തോട് താല്പര്യമില്ലാത്തവർക്കിടയിൽ പോലും. കാരണം അമേരിക്കൻ പാരാനോർമൽ അന്വേഷകരും എഴുത്തുകാരനുമായ പരേതരായ എഡ്വേർഡ് വാറൻ മൈനിയും ഭാര്യ ലൊറൈൽ റീത്ത വാറനും പങ്കുവച്ച ചരിത്രമാണിത്. പിന്നീട് വൻ വിജയമായ ദ കൺജറിംഗ് ദ ഹൊറർ ചലച്ചിത്ര ഫ്രാഞ്ചൈസിക്കും ഈ പാവ പ്രചോദനമായി. 1970-കൾ മുതൽ നിരവധി അമാനുഷിക പ്രവർത്തനങ്ങളുമായി ഇതിന് ബന്ധമുണ്ട്. ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ചിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് 1968 ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് സമ്മാനമായി ലഭിച്ചതായിരുന്നു ഈ പാവ. 1970-കളിൽ കണക്റ്റിക്കട്ടിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ഡോണയ്ക്ക് ലഭിച്ചതിനു ശേഷം അന്നബെല്ല പാവയുമായി ബന്ധപ്പെട്ട് നിരവധി അമാനുഷിക സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡോണയും റൂംമേറ്റും പാവയുടെ ആത്മാവിനെ സ്വീകരിച്ച് അതിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു. അത് ദ്രോഹവും അക്രമാസക്തവുമായ ഉദ്ദേശവും പ്രകടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. എഡ്വേർഡ് ലൊറൈൻ വാറൻ ദമ്പതികൾ പറയുന്നതനുസരിച്ച് പാവ തനിയെ കൈകൾ ഉയർത്തുകയും ആളുകളെ പിന്തുടരുകയും മറ്റു ഭയാനകവും ദുരുദ്ദേശപരവുമായ പെരുമാറ്റങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പാവ കുത്തുകയും ഒരു പുരോഹിതനുമായി ബന്ധപ്പെട്ട കാർ അപകടത്തിന് കാരണമാവുകയും ചെയ്തതായി ദമ്പതികൾ അവകാശപ്പെട്ടിരുന്നു. 6 വയസ്സുകാരിയായ അന്നബെൽ എന്ന മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് പാവയിൽ പ്രവേശിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. പാവയ്ക്ക് ഭൂതാവേശമുണ്ടെന്ന് വാദിച്ച വാറൻ ദമ്പതികൾ പിന്നീട് പാവയെ അവരുടെ കണക്റ്റിക്കട്ടിലെ മ്യൂസിയത്തിലേക്ക് മാറ്റി. ഈ പൈശാചിക പാവയാണ് ദ കൺജറിംഗ് എന്ന സിനിമയ്ക്ക് പ്രചോദനമായത്. ഈ വർഷം ആദ്യം ലൂസിയാനയിലെ ഒരു ജയിൽ ചാട്ടവുമായും തീപിടുത്തവുമായും അന്നബെൽ പാവയെ ബന്ധപ്പെടുത്തി ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പാവ ഒരിക്കലും നിയന്ത്രണം വിട്ടിട്ടില്ല എന്ന് വിദഗ്ധർ പിന്നീട് വ്യക്തമാക്കി. റിവേറയുടെ മരണശേഷം അന്നബെല്ലിന്റെ പര്യടനം തുടരാൻ പദ്ധതിയിടുന്നതായി NESPR അറിയിച്ചു. ഒരു പ്രസ്താവനയിൽ ടൂർ സംഘാടകർ പറഞ്ഞതിങ്ങനെ: ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരിക, അറിവ് പങ്കിടുക, എഡിന്റെയും ലൊറൈൻ വാറന്റെയും ഓർമ്മകളെ ആദരിക്കുക എന്നിവയിലൂടെ ഡാൻ ഇത് തുടരണമെന്ന് വിശ്വസിച്ചിരുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ആത്മാവ് ഞങ്ങൾ വഹിക്കും എന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും പാവയെ കാണാതായ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ടൂർ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതരായേക്കാം. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.